പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ലോജിസ്റ്റിക്സ് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ലോജിസ്റ്റിക് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെയിറ്റ് ലിമിറ്റ് തന്നെയാണ്. അതായത് മാക്സിമം ലിമിറ്റ് ഓഫ് വെയിറ്റ് ഇല്ല. സാധാരണ നമ്മുടെ പാഴ്സലിൻ്റെ കേസിലൊക്കെ ഒരു 35 kgയിലൊക്കെ ലിമിറ്റ് വരാറുണ്ട്. അതിനപ്പുറത്തോട്ട് പറ്റത്തില്ല. പക്ഷേ ഇതങ്ങനല്ല. ലോജിസ്റ്റിക് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ലിമിറ്റ്, വലിയ വലിയ കൺസൈൻമെൻറ്റ്സ് പാഴ്സൽസ് നമുക്ക് ഈ ഒരു സർവീസിലൂടെ അയക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്, എഫിഷ്യൻ്റാണ്. ഒരുപാട് സർവീസുകൾ നമ്മൾ ഇതിന് അനുബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പിക്ക് ഫെസിലിറ്റി, പിന്നെ ട്രാക്ക് ആൻഡ് ട്രേസ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരുപാട് എഫിഷ്യൻറ്റ് രീതിയിൽ നമ്മൾ ഈ ഒരു സർവീസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 ആഗസ്റ്റ് 13-നാണ്. വെയ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. മിനിമം ചാർജബിൾ വെയിറ്റ് ഓഫ് ലോജിസ്റ്റിക് പോസ്റ്റ് എന്ന് പറയുന്നത് 50 kg ആണ്, 50 കിലോഗ്രാമാണ് ഇതിൻ്റെ മിനിമം ചാർജബിൾ വെയിറ്റ്. മിനിമം ചാർജബിൾ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു 15 കിലോയുടെ കൺസൈൻമെൻറ്റ് കൊണ്ടുവന്നാലും 30 കിലോയുടെ കൺസൈൻമെൻറ്റ് കൊണ്ടുവന്നാലും നമ്മളത് 50 കിലോയുടെ ചാർജ് അതിനകത്ത് ഈടാക്കും. മിനിമം 50 kgയുടെ ചാർജ് നമ്മൾ ഈടാക്കും. അതാണ് മിനിമം ചാർജബിൾ വെയിറ്റ്. അപ്പോൾ ലോജിസ്റ്റിക് പോസ്റ്റിൻ്റെ കേസിൽ മിനിമം ചാർജബിൾ വെയിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 kg ആണ്, 50 കിലോഗ്രാമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. മാക്സിമം ലോ ലിമിറ്റാണ് ലോജിസ്റ്റിക് പോസ്റ്റിൻ്റെ കേസിൽ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ സാധനങ്ങൾ പെർമിസിബിളാണ് ഈ ഒരു സർവീസ് വഴി പോകാനായിട്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത സാധനങ്ങൾ, പിന്നെ സേഫ്റ്റി ഉറപ്പ് വരുന്ന സാധനങ്ങളൊക്കെ പോവും. പ്രൊഹിബിഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ PO റെഗുലേഷൻസ് വഴി, PO റെഗുലേഷൻസ് 2024 വഴി എന്തെങ്കിലും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഇതുവഴിയും ഈ ഒരു സർവീസ് വഴി പോകത്തില്ല. പിന്നെ അപകടകരമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ലീക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഇതൊന്നും ഇതിനകത്ത് അനുവദിക്കത്തില്ല. പിന്നെ ലോജിസ്റ്റിക് പോസ്റ്റിൻ്റെ കേസിൽ എക്സാം വൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഡോക്കറ്റ് ഫീ എന്നുള്ളത്. ലോജിസ്റ്റിക് പോസ്റ്റിന് നമ്മൾ ഡോക്കറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 100 രൂപ നമ്മൾ മേടിക്കാറുണ്ട് പെർ കൺസൈൻമെൻറ്റിന്. ഓരോ കൺസൈൻമെൻറ്റിനും ഡോക്കറ്റ് ഫീ 100 രൂപ ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ലോജിസ്റ്റിക് പോസ്റ്റിനകത്ത് ഡോക്കറ്റ് ഫീ എന്ന് പറഞ്ഞാൽ 100 രൂപ നമ്മൾ പെർ കൺസൈൻമെൻറ്റിന് മേടിക്കുന്നുണ്ട്, 100 രൂപ. അടുത്ത ടാക്സിൻ്റെ കാര്യമാണ്. ടാക്സുകൾ, GST, പിന്നെ ടോൾ ടാക്സുകൾ, പിന്നെ ഒക്ട്രോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുനിസിപ്പൽ ഏരിയാസിലൊക്കെ വലിയ കൺസൈൻമെൻറ്റ്സ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ലോക്കലായിട്ട് പ്രാദേശികമായിട്ടുണ്ടാകുന്ന ടാക്സുകളാണ്. ഇതെല്ലാം ഈ കൺസൈനർ തന്നെ താങ്ങണം, അയക്കുന്ന ആൾ തന്നെ അത് വഹിക്കണം എന്നർത്ഥം. പിന്നെ ഈ ഒരു സർവീസിൻ്റെ ഫീച്ചറായിട്ട് പറയാനുള്ളത് ഈ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഉണ്ട്. അതായത് റോഡ് വഴി, റെയിൽ വഴി, എയർ വഴിയൊക്കെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. പിന്നെ വെയർ ഹൗസിങ് സൗകര്യം, അതായത് സ്റ്റോറേജ് സൗകര്യം, നമ്മുടെ DOP പ്രമിസസിൽ കസ്റ്റമേഴ്സിൻ്റെ കൺസൈൻമെൻറ്റ്സ് സ്റ്റോർ ചെയ്യപ്പെടും. അത് ഈ എല്ലാം ബുക്കിംഗ് കഴിഞ്ഞ് അയക്കുന്നതിന് മുമ്പോ, ഡെസ്പാച്ചിന് മുമ്പോ, അല്ലെങ്കിൽ ഡെലിവറിക്ക് മുമ്പോ ഒക്കെ ഈ ഒരു വെയർ ഹൗസിങ് സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അടുത്ത ഒരു ടൈം ലോജിസ്റ്റിക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ടൈം എന്ന് പറയുന്നത് FTL, LTL, ഫുൾ ട്രക്ക് ലോഡ്, ലെസ് ദാൻ എ ട്രക്ക് ലോഡ്. അതായത് ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രക്ക് ട്രാൻസ്പോർട്ടേഷൻ പോകുമല്ലോ, മെയിൽസ്. അപ്പോൾ ഒരു ട്രക്ക് നിറയെ ഒരു കസ്റ്റമറുടെ കൺസൈൻമെൻറ്റ്സ് ആയിരിക്കും. അതാണ് ഫുൾ ട്രക്ക് ലോഡ്. ലെസ് ദാൻ എ ട്രക്ക് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരാളുടെ മാത്രമായിരിക്കത്തില്ല, മറ്റുള്ള കസ്റ്റമറുകളുടെ കൂടെ ഈ കൺസൈൻമെൻറ്റുകൾ അതിനകത്ത് വരും. അപ്പോൾ അതാണ് ഫുൾ ട്രക്ക് ലോഡ്, ലെസ് ദാൻ എ ട്രക്ക് ലോഡ്. അങ്ങനെ ഈ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ് വേണമെങ്കിലും അയാൾക്ക് സ്വീകരിക്കാം. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ടൈം വരുന്നത് LPC, ലോജിസ്റ്റിക് പോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയും. അതായത് പലയിടത്തും ഉണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് LPCകൾ. അത് ഈ ലോജിസ്റ്റിക് പോസ്റ്റിൻ്റെ ട്രാൻസ്മിഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് പലയിടത്തും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, LPCകൾ, ലോജിസ്റ്റിക് പോസ്റ്റ് സെൻറ്റേഴ്സ്. അപ്പോൾ ആ ഒരു ടൈം ഒന്ന് കേട്ടിരിക്കുക, പരിചയപ്പെട്ടിരിക്കുക. അടുത്ത ഇൻഷുറൻസ്. നമ്മൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സർവീസിന്. നമ്മൾ ഹെഡ് ഓഫ് ദ സർക്കിൾ തേർഡ് പാർട്ടി ഇൻഷുറൻസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആവുന്ന ആരാണ് ആ ടൈപ്പിന് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ ആരാണ് ടൈപ്പ് ചെയ്യുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസുമായിട്ട്. അപ്പോൾ അത് ഹെഡ് ഓഫ് ദ സർക്കിൾ എന്നാണ് ഉത്തരം വരുന്നത്. പിന്നെ മാക്സിമം ലയബിലിറ്റി 1 crore എന്ന് പറഞ്ഞിരിക്കുന്നു ഇൻഷുറൻസിൻ്റെ കേസിൽ. മാക്സിമം നമ്മൾ കൊടുക്കുന്ന 1 crore ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ്, ലോസ്, തെഫ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ 1 crore ആണ് മാക്സിമം ലയബിലിറ്റി. അടുത്തൊരു ടൈം വരുന്നത് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നാണ്. ഒരുപാട് ടൈമുകളിനകത്ത് വരുന്നുണ്ട്. FTL വന്ന്, LTL വന്ന്, ഡോക്കറ്റ് ഫീ, വെയർ ഹൗസിങ്, അങ്ങനെ കുറച്ച് പുതിയ ടീമുകൾ വരുന്നുണ്ട്. അതിലൊരു പുതിയ നമ്മൾ പരിചയപ്പെടുന്ന ടൈമാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്.
റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും റിട്ടേൺ സർവീസാണ്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് അവിടെ ഒരു കൺസൈൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നു, അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൊണ്ട് ഡെലിവറി ചെയ്യുന്ന. റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് പറയുമ്പോൾ തിരിച്ച് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് സെൻട്രലിലേക്ക് റിട്ടേൺ വരുന്ന സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള ലോജിസ്റ്റിക് പോസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഇതൊരു എഫിഷ്യൻറ്റും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ വലിയ കൺസൈൻമെൻറ്റുകൾ അയക്കാം, അവർ ഇഷ്ടപ്പെടുന്ന മോഡിൽ അയക്കാം, ഇഷ്ടപ്പെടുന്ന രീതിയിൽ അയക്കാം. ഒരു കൺസൈൻമെൻറ്റിനകത്ത് ഒരു പാഴ്സൽ വെച്ചോ അല്ലെങ്കിൽ ഒരു കൺസൈൻമെൻറ്റിനകത്ത് ഒന്നിലധികം പാഴ്സൽ വെച്ചോ ഒക്കെ അങ്ങനെയൊക്കെ പല പല ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.